ஹலோ மக்களே! வெல்கம் பேக் டூ அவர் சேனல். இன்னைக்கு இந்த வீடியோல எத பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ப மலையாள மூவியான இப்ப ரீசென்ட்டா வந்த மூவியான "உனக்குளி" மூவி தான் வந்து பார்த்தீங்கன்னா, இன்னைக்கு வந்து வீடியோல நம்ம ரியாக்ட் பண்ண போறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா, நம்ம சேனல் வந்து பார்த்தீங்கன்னா, டர்போ ஃபுல் மூவி வந்து பார்த்தீங்கன்னா, நம்ம ரியாக்ட் பண்ணியிருக்கோம். இன்னொன்னு வந்து பார்த்தீங்கன்னா, ஆ அ ஆவேசம் மூவி வந்து ஃபுல் மூவி நம்ம ரியாக்ட் பண்ணியிருக்கோம். இன்னும் வந்து பார்த்தீங்கன்னா, ஆடு ஜீவிதம் மூவி வந்து பார்த்தீங்கன்னா, இப்ப தான் வந்து பார்த்தீங்கன்னா, நம்ம ரியாக்ட் பண்ண ஆரம்பிச்சிருக்கோம். அதுக்கப்புறம் வந்து பார்த்தீங்கன்னா, இந்த படமும் வந்து பார்த்தீங்கன்னா, நம்ம ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லிட்டு ஒரு ஐடியா. இந்த படத்துல வந்து பார்த்தீங்கன்னா, நம்ம வந்து பாசில் ஜோசப், இன்னொன்னு வந்து பார்த்தீங்கன்னா, நம்ம பிஜு பிஜு சந்தோஷ், அதுக்கப்புறம் வந்து பார்த்தீங்கன்னா, நம்ம சித்திக் சார் இருக்காரு. நம்ம மெயினா வந்து பார்த்தீங்கன்னா, நம்ம அஜு வர்கீஸ் வந்து பார்த்தீங்கன்னா இருக்காங்க. அஜு வர்கீஸ்னாவே வந்து பார்த்தீங்கன்னா, காமெடியா சூப்பரா இருக்கும். அதுக்கப்புறம் வந்து மனோஜ் சார் இன்னும் வந்து பார்த்தீங்கன்னா, நெறைய பேர் வந்து பார்த்தீங்கன்னா நடிச்சிருக்காங்க. அ இப்பதான் வந்து பார்த்தீங்கன்னா, நம்ம அ அ இதுவரைக்கும் நம்ம சேனல் வந்து பார்த்தீங்கன்னா நம்ம முக்கியமான வந்து பார்த்தீங்கன்னா, ஹீரோஸ் தான் வந்து நம்ம பார்த்துட்டோம். இப்ப தான் வந்து பார்த்தீங்கன்னா, ஃபர்ஸ்ட்டு முறையா வந்து பார்த்தீங்கன்னா, அ அதாவது வந்து இவரோட மூவி வந்து பார்த்தீங்கன்னா, ஃபர்ஸ்ட்டு நம்ம வந்து நம்ம ரியாக்ட் பண்றோம். எப்படி இருக்கு என்னன்னு சொல்லிட்டு நம்ம வீடியோக்குள்ள போய் பார்த்துட்டு, அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி நீங்க இன்னும் யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப்னா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இப்ப வாங்க வீடியோக்குள்ள போலாம். ഞാൻ ബീഫിന്റെ ചാറ് ചോദിച്ചപ്പോ നീ എന്താടാ പറഞ്ഞേ? എന്നിട്ട് ഇവിടുന്ന് ചാറ് വന്നേ? ചാറ് ഇത്രയും ഉണ്ടായിരുന്നല്ലോ ചേട്ടാ. ഓ അയ്യോ ഞാൻ ചോദിച്ചിട്ട് തരാത്ത സാധനം ഇവിടെ ഒരുത്തരം തിരിക്കണ്ട. തനിക്കെന്നെ ശരിക്കും അറിയില്ല. അധികം നോക്കണ്ട. എന്നോട് നോക്കണ്ടത് പറയുന്നത്. ഓ உனக்குளி கிருஷ்ணகுமார் ஆரம்பமே சண்டையா? சித்து ஜோசப் ஹீரோ சார் வந்துட்டாரு. பாசில் ஜோசப் സാർ കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ ഒരു കാപ്പി പറയും സാർ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ. നല്ല ഫ്രഷ് ഫ്ലവേഴ്സ്, നല്ല മണമുള്ളത്. രാവിലെ എന്നെ കൊണ്ടുവെക്കണം ഞാൻ പറഞ്ഞിട്ടുള്ള വെച്ചിട്ടില്ല. രാവിലെ എന്നെ കൊണ്ടുകളയാനായിട്ട്. സാർ ഞാൻ വേറെ വന്നില്ല. ஐயோ യെസ് ഗുഡ് മോർണിംഗ് സർ. എസ്റ്റേറ്റിലെ ഫയലും ഒബ്ജക്ട്സ് ഒക്കെ ഇതിലുണ്ട്. ഒന്ന് നോക്കിയാൽ വളരെ നന്നായിരുന്നു. ഇതൊക്കെ കൂടെ എനിക്ക് വരുന്നത് കട പോകാനാണോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്? സക്കരിയ സാർ ഉള്ളപ്പോഴത്തെ രീതിയാണ്. എല്ലാ മാസത്തെയും കണക്ക് കിട്ടണമെന്ന് സാറിന് നിർബന്ധം. ഡാഡിക്ക് മൂർത്തിയെ വിശ്വാസം ഇല്ലാത്തോണ്ടായിരിക്കും. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമാണ്. സക്കരിയ സാറിന് എന്റെ നല്ല വിശ്വാസമായിരുന്നു. അത് മൂർത്തിയുടെ വിശ്വാസം. അല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് പോകും. ആ മൂർത്തി, ഞാൻ കുറച്ച് ദിവസമായി വിളിക്കണമെന്ന് വിചാരിക്കുന്നു. എബി എങ്ങനെയുണ്ട്? ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഒരു ഗൗരവം വന്നിട്ടുണ്ട്. കുഴപ്പമില്ല മാഡം. എബി സാറ് എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ഉന്തി തള്ളി ഓഫീസിലേക്ക് വിടുന്നു. മൂർത്തിയോട് എനിക്ക് പറയാൻ കൊള്ളത്തില്ല. രണ്ടും കൂടെ ഞാൻ പറയുന്നത് കേട്ട് കൊഞ്ചാതെ അവിടെ ഇരുന്നാലും പണിയെടുക്കബി. ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഞാൻ വെക്കോ? ആ, പുള്ളിക്കാരന് സുഖമില്ലാതായപ്പോ അവന്റെ കല്യാണം കൂടിയച്ച് മരിച്ചാ മതി എന്നും പറഞ്ഞ കുട്ടിക്കളി മാറാത്ത ചക്കര പിടിച്ച് കെട്ടിച്ചു. കല്യാണം കഴിയുമ്പോ കുറച്ച് ഉത്തരവാദിത്തം വരുമെന്ന് സാറും വിചാരിച്ചതാണ്. ആ, അങ്ങനെ ആയാ മതിയായിരുന്നു. മാഡം പറഞ്ഞ പോലെ എസ്റ്റേറ്റിലെ കണക്ക് ഞാൻ സാറിന് കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിലും എടുക്കും അത് നോക്കി തീരാൻ. ആ, നന്നായി. പണി എടുക്കട്ടെ. ഇപ്പൊ
മമ്മി പുറത്തുണ്ട്. ഇപ്പൊ ആരാന്ന് ചോദിക്കും. ഞാൻ വെക്കട്ടെ. ഞാൻ ഇവിടെ ലാപ്ടോപ്പില് നമ്മുടെ മിനിഞ്ഞാമത്തെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യരുതെന്ന്. ഇനി ബെഡ്റൂമിൽ അങ്ങനെ ലാപ്ടോപ്പ് ഉണ്ടാവണല്ലോ, എടുത്ത് തോട്ടിക്കളി. വേറെ ആരുടെ അല്ലോ, നമ്മുടെ അല്ലേ. ഇതൊക്കെ എൻജോയ് ചെയ്യണല്ലേ. പിന്നെ എല്ലാരും ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയായി ഇത്. ഒരു പണിയാണല്ലോ വരുന്നത്. നമസ്തേ. സിദ്ദീഖ് സാറാ? ഞങ്ങളൊരു പരിശോധനയ്ക്ക് വന്നതാണ് ഫ്രം ഇൻകം ടാക്സ്. പ്ലീസ് കോപ്പറേറ്റ്. സാർ, ഞാൻ സീനിയർ അക്കൗണ്ടന്റ് കൃഷ്ണമൂർത്തി. നിങ്ങൾ തുടങ്ങിക്കോളൂ. ഞങ്ങൾ പറയാതെ ഇനി ആരും മൊബൈലും കമ്പ്യൂട്ടറും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ സാറേ, ഈ ഓഫീസിൽ കണക്കെല്ലാം വളരെ കൃത്യമാണ് സാർ. ഇവിടെ ഉത്തരവാദിത്തമുള്ള ആരോ? എനിക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് സാർ. അതല്ല, ഡയറക്ടർമാരോ MD അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? MD അകത്തുണ്ട്, പക്ഷെ ചെറുപ്പമായതുകൊണ്ട് ഉത്തരവാദിത്തം വെച്ച് വരുന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. സെർവർ റൂം എവിടെയാ? സർവർ അവിടെയാണ് സാർ. അതൊന്ന് കാണിച്ചു കൊടുക്കും. രാജേഷ്, യു പ്രൊസീഡ്. യു കം. നീ എന്നെ വഴക്കൂറല്ലേ മോളെ, പറയട്ടെ. ആരോട് ചോദിച്ചാൽ കേട്ടോ. We are from income tax. I am Bhama Krishnan. Nice name, Bhama Krishnan. I am AP Zakaria. We came here for a search. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂർത്തിയോട് ചോദിച്ചാൽ മതിയല്ലോ. അതൊക്കെ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് മാറണം. ഇങ്ങോട്ട് മാറും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ മാത്രം ഇങ്ങോട്ട് മാറും. ഇതെന്റെ പേഴ്സണൽ ലാപ്ടോപ്പ് മൊബൈൽ. അതുകൊണ്ടാ പറഞ്ഞത് അതെല്ലാം അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. അയ്യോ പൊച്ചി. You search. മിസ്റ്റർ മൂർത്തി, നിങ്ങളുടെ എല്ലാ കൺസേൺസിന്റെയും ഓ, അതെന്റെ വൈഫാണ്. ഞങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു അർജന്റ് മീറ്റിംഗ് മാത്രം പറഞ്ഞാൽ മതി. സ്പീക്കർ ഫോൺ ഇട്ടു കൊടുക്കും. അല്ലാണ്ട് കട്ടി പൊച്ചി പൊച്ചി പൊച്ചി. രാവിലെ നല്ല മൂഡിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഈ വരവ്. ഇപ്പൊ ഡെയിലി ഓഫീസിൽ വരും. മമ്മിയുടെ നിർബന്ധം. പക്ഷെ എനിക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാനാണ് ഇഷ്ടം. വൈഫാ ബേബി കിട്ടാത്തോണ്ട് ടെൻഷനാണെന്ന് തോന്നുന്നു. 10-20 കോളെങ്കിലും ആയി. Mr. Rabi, we got some incriminating documents from here and I suspect malpractice in your accounts. So, കുറച്ച് ഡോക്യുമെന്റ്സും ഡിവൈസസും ഞങ്ങൾ സീസ് ചെയ്യണം ഫോർ എ തറോ എക്സാമിനേഷൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂർത്തിയോട് പറഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്നുകൂടെ എനിക്ക് വീട്ടിൽ പോകണം. കമ്പനി അക്കൗണ്ട്സിൽ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഒരു MD ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? കുഴപ്പമൊക്കെ മൂർത്തി നോക്കിക്കോളും. എനിക്ക് വീട്ടിൽ പോകണം. വൈഫ് വെയിറ്റ് ചെയ്യുന്നു. പ്രോസിക്യൂഷൻ ഉണ്ടായാൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് മൂർത്തിയല്ല, MD. തല പോകുന്ന കേസൊന്നുമല്ലല്ലോ. ഇവിടുന്ന് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടിയില്ലേ? ഇല്ല സാർ. ലാപ്ടോപ്പ് പൊച്ചി. ലാപ്ടോപ്പ് ചെക്ക് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. യു സീസ് ദ ലാപ്. ഓക്കെ സർ. ദിസ് ഈസ് മൈ പേഴ്സണൽ ലാപ്ടോപ്പ്. ഇതിൽ ഒഫീഷ്യൽ ആയിട്ടൊന്നുമില്ല. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടല്ലോ. എബി, ഇവിടെയുള്ള എന്ത് സാധനം സീസ് ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. സാറെ കൊടുത്തേക്ക്, നമുക്ക് ഒളിക്കാനൊന്നുമില്ലല്ലോ. ഇതിൽ എന്റെ മാരേജ് വീഡിയോസും പേഴ്സണൽ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് ബാക്കിയുള്ളവർ കാണുന്നത് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഒരു 10 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വരാം. മാരേജ് വീഡിയോസ് അല്ലേ ഉള്ളൂ, അല്ലാതെ അഡൽട്ട് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അയ്യോ മടി. അയ്യോ മൈക്ക് അടിച്ചു. ഗുണ്ടായിസം കാണിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനെ കൂട്ടി വരുന്നത്. അവർ പുറത്തുണ്ട്, വിളിക്കണം. സാറേ, അവർ ചോദിച്ചാൽ കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. എന്റെ പേഴ്സണൽ ഫോട്ടോസ് ബാക്കിയുള്ളവർ കാണുന്നു. This is not fair. Give it to me. ഇത് ഞാൻ വെച്ചോളാം. You make a separate entry for this. ഇതിന്റെ പാസ്വേഡ് ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പുറത്തു കൊടുത്ത് വേറെ എക്സ്പെർട്സിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചോളാം. വാവാ 1 2 3 4. വാവാ 1 2 3 4. സാറിനെ ഇപ്പോഴും വീട്ടിൽ വാവയെന്നാണ് സാറെ വിളിക്കുന്നത്. വാടോ. അയ്യോ പൊച്ചി. ഓ സാറേ, സാർ ടെൻഷൻ അടിക്കണ്ട. കുഴപ്പമുള്ള ഒരു ഫയലും അവരുടെ കിട്ടിയിട്ടില്ല. അതൊക്കെ ഒളിപ്പിക്കേണ്ട സമയത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് ഈ മൂർത്തി. നല്ലത് പറഞ്ഞാലല്ല. ഹലോ, എടാ, നിന്റെ 2-3 മിസ് കോൾ കണ്ടിരുന്നല്ലോ. എന്താ കാര്യം? സിനിമ എല്ലാം സെറ്റായോ? ഞാനതിന് മീറ്റിംഗിന് പോവാൻ നിൽക്കരുത്. ഇത് ആര്? സുന്ദർനാഥ് സാറല്ലേ,
ബീച്ച് ഗസ്റ്റ് ഹൗസിൽ വെച്ചൊരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ. സുന്ദർനാഥോ? അയാളുടെ സിനിമ കാണാൻ ആരെങ്കിലും കേറൂടാ? കുറെ ആയിട്ട് നല്ല വെറുപ്പീരല്ലേ? പിന്നെ ഈ പ്രൊഡ്യൂസറെ തല്ലിയ കേസും കൂടെ അപ്പൊ ഉള്ള ഇമേജും. എന്ത് ചെയ്യാൻ അമ്മാവ, പുള്ളിയുടെ ഡേറ്റ് എങ്ങനെയും കിട്ടിക്കഴിഞ്ഞാൽ ആ ചാമക്കാല ഫിലിംസിന്റെ സാഗരൻ ചാമക്കാല പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ചാമക്കാല അവസാനം ചാക്കാല ആവാതിരുന്നാ മതി. അമ്മാവ, ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ഈ സുന്ദർനാഥ് സാറിനെ ഒരു ഇൻകം ടാക്സ് കേസ് ഉണ്ടേ. അമ്മാവൻ ഓഫീസറാന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. ഫ്രീ ആണെങ്കിൽ ഒന്ന് എന്റെ കൂടെ വരയിരുന്നെങ്കിൽ എനിക്ക് ഡേറ്റ് കിട്ടാൻ ഹെൽപ്പായിരുന്നു. എടാ, ഞാന് ഒരു റെയ്ഡ് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവുക. അത് സാരമില്ല, നിന്റെ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരാം. നീ ഇപ്പൊ എവിടാ? ഞാനിവിടെ പാസ്പോർട്ട് ഓഫീസിന് മുമ്പിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ട്, അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നീ അതിന്റെ മുമ്പിൽ ഇറങ്ങുന്നില്ല, ഞാൻ അതുവഴി വരാം. നമുക്ക് എന്റെ ഫ്ലാറ്റിലൊന്ന് കയറിയിട്ട് പോവാം. മതി. താങ്ക് യു അമ്മാവ. எல்லாத்தையும் பறிகொடுத்து வந்துகிட்டு இருக்காரு. അങ്ങനെ ചെയ്താ മതി. നീ എത്തിയോ? മൂർത്തിയോട് സംസാരിക്കായിരുന്നു. ഭാവി, നിന്റെ മുഖം എന്തോ വല്ലാതിരിക്കുന്നേ? ഇൻകം ടാക്സ് റഫായിട്ട് വല്ലതും പെരുമാറിയോ? ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം. അയ്യോ, അതൊന്നുമല്ല, ഭാവിക്ക് എന്തോ ടെൻഷനുണ്ട്. നിന്റെ ലാപ്ടോപ്പ് അവരെടുത്തോണ്ട് പോയാലാണോ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഭാവിയുടെ ലാപ്ടോപ്പിൽ നിന്ന് അവർക്ക് എല്ലാം കിട്ടാനാ. ஐயோ, ஃபர்ஸ்ட் எடுத்து வந்து பார்த்தீங்கன்னா வந்து பாசில் ஜோசப் வந்து பார்த்தீங்கன்னா அப்பதான் வந்து பார்த்தீங்கன்னா கம்பெனி பொறுப்பேற்று வந்து பார்த்தீங்கன்னா கம்பெனி பொறுப்பேற்றாரான்னு சொல்லி தெரியல. அப்பதான் வந்து ஃபர்ஸ்ட் ஆஃபீஸ்க்கு வந்து வராரு. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா வந்தவொடனே வந்து பார்த்தீங்கன்னா ஆஃபீஸில் வந்து பார்த்தீங்கன்னா ரைடு ஆகுது. ரைடு பண்ணுற சார் வந்து பார்த்தீங்கன்னா நம்ம சித்திக் சாராக இருக்காரு. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா எல்லாமே வந்து பார்த்தீங்கன்னா சர்ச் பண்ணி ஓகே வச்சு அதுக்கப்புறம் வந்து பார்த்தீங்கன்னா அவர் லேப்டாப்பில் வந்து பார்த்தீங்கன்னா சில சீக்ரெட்லாம் வந்து வச்சிருப்பாராட்டுக்கு. அப்பயே வந்து அவங்க ஒய்ஃபு சத்தம் போட்டாங்க. அதெல்லாம் வந்து வீடியோ வந்து பார்த்தீங்கன்னா எடுக்காதீங்க, பிரச்சனை யார் அப்படிங்கிற மாதிரி ஏதாவது சொல்கிறாங்க. அதுதான் உட்காந்து நான் பார்த்துக்கிட்டு இருக்கேன் அப்படின்னா கரெக்டாக வந்து பார்த்தீங்கன்னா அந்த லேப்டாப்பை வந்து பார்த்தீங்கன்னா தூக்கிட்டு போயிட்டாங்க. இதுக்கப்புறம் வந்து என்ன நடக்க போகுது என்னன்னு சொல்லி தெரியல. வீட்டில் போனவொடனே பார்த்தீங்கன்னா லேப்டாப் தானே பொண்ணா போயிட்டு போகுது, அதில் என்ன கிடைக்க போகுதுன்னு அவங்க அம்மா வந்து சொல்லிட்டாங்க. அவங்க ஒய்ஃப் வந்து பார்த்தீங்கன்னா அப்படியே முறைச்சிக்கிட்டு இருக்காங்க. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு கண்டிப்பாக வந்து நம்ம சேனல் வந்து சப்ஸ்கிரைப் பார்த்தீங்கன்னா கண்டிப்பாக வந்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.